ജനകീയനായ ഒരു MLA എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ അവരുടെ സിറ്റിംഗ് MLA കുറിച്ചിട്ടുള്ള പ്രചാരണം. എനിക്ക് ചോദിക്കാനുള്ളത്, ജനകീയത എന്ന് പറയുന്നത് നാട്യം കാണിക്കലല്ല. ഞാൻ ഈ നിൽക്കുന്നത് സിദ്ധാർത്ഥന്റെ മണ്ണിലാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സിദ്ധാർത്ഥന്റെ ചെറുപ്പക്കാരനെ, ഒരു കുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ചു കൊന്നിട്ട് ഈ ജനകീയ MLA ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്ന സാഹചര്യം ഉണ്ടായോ? ഇല്ല. ജനകീയ MLA ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ ആ കുഞ്ഞു കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ജനകീയ MLA അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയോ? ഇല്ല. കരൂരിൽ വീടുകൾ തകർന്നപ്പോഴും വെള്ളം കയറി. ജനകീയ MLA അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയോ? തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ എന്ത് ജനകീയതയാണ് ഇവര് പറഞ്ഞു വരുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇവിടെ ഈ മണ്ണിൽ നിന്ന് വീട്ട് ചോദിക്കുന്നത് സിദ്ധാർത്ഥനെ കൊന്നവർക്കെതിരെയാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിനെ കുറ്റവാളികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഈ നിമിഷവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കെതിരെയാണ് ഞാൻ ഈ മണ്ണിൽ നിന്നുകൊണ്ട് വോട്ട് ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടുന്നത് എന്നുള്ള കാര്യം, ആരെയാണ് ഇവിടെ ജയിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കണം. ആ കുട്ടിയെ മൃഗീയമായിട്ട് കൊന്നിട്ട് അവിടത്തെ ലോക്കൽ സ്റ്റേഷനിലെ SI മുതൽ ആഭ്യന്തരം ഭരിക്കുന്ന ആൾക്കാർ മുതല് സകലരും ആ മരണത്തിനെയും ആ അന്വേഷണത്തിനെയും അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ നിമിഷം വരെയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ നീതി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോ ലോക്കൽ പോലീസ് ആ കേസ് ആദ്യം മുതൽ അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. തെളിവുകളുടെ അഭാവം കാരണം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ എന്നിട്ട് ആ വിഷയങ്ങളിൽ എവിടെയെങ്കിലും ഈ ജനകീയ MLA ഇടപെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം. ഇടപെട്ടിട്ടുണ്ടാകും. ആ കേസ് അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വോട്ട് ചോദിക്കുന്നത് സിദ്ധാർത്ഥന് കൂടി വേണ്ടിയിട്ടാണ്. ഞാൻ അഭിമന്യുവിന് വേണ്ടിയിട്ടാണ് വോട്ട് ചോദിക്കുന്നതെന്ന് പല വേദികളിലും പറഞ്ഞു. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ സിദ്ധാർത്ഥന് കൂടി വേണ്ടിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. ശബ്ദമില്ലാത്തവരുടെ മുഴുവൻ ശബ്ദമായിട്ടാണ് ഞങ്ങളുടെ പ്രചാരണം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.